എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ നാൾ മുമ്പ് തന്നെ ചെയ്യണം എന്ന് വിചാരിച്ച ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇത് കറക്റ്റ് ഒരു അവസരത്തിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇത്ര നാളും ചെയ്യാതിരുന്നതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി LGS എക്സാമിന് മുമ്പായിരുന്നു ഇത് ചെയ്യണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു എക്സാം ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് അവസരോചിതമായിട്ട് തോന്നിയേക്കാം, എന്നാലും കുഴപ്പമില്ല. ഇനിയും ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ടല്ലോ. നമ്മുടെ ഡിഗ്രി പ്രിലിംസ് വരാൻ പോവുകയാണ്. അതുപോലെ LDC, LGS, LSTS അങ്ങനെ ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് കുറേ നാളായിട്ട് നമ്മൾ ഓരോ വീഡിയോസിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എക്സാം ഹാളിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, ചെയ്യാത്തവരും ഉണ്ടാവും. അപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നന്നായിട്ട് എഴുതുക എന്ന് പറയുന്നത്. പക്ഷേ പല ഉദ്യോഗാർത്ഥികൾക്കും ടൈം മാനേജ്മെൻറ്റ്, സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇതൊന്നും എക്സാം ടൈമിൽ ആ ഒരു എക്സാം പ്രഷറിൻ്റെ ആ ഒരു സമ്മർദ്ദത്താൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നതിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നന്നായിട്ട് അപ്പിയർ ചെയ്യുക എന്ന് പറയുന്നതും. കാരണം നമ്മൾ ആ ഒരു ടൈമിൽ ആ ഒരു 1.5 മണിക്കൂറായിരിക്കും നമ്മുടെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈം പ്രൊഡക്റ്റീവ് ആക്കുക എന്ന് പറയുന്നത് എല്ലാ ആസ്പിരൻസിനും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത്രയും സിൻസിയറായിട്ട് ഒരുപാട് എഫേർട്ടൊക്കെ എടുത്ത് പഠിച്ചിട്ടുണ്ടാവും നമ്മൾ. പക്ഷേ ആ ഒരു ടൈം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റാതെ നമ്മൾക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ അത്തരക്കാർക്കും തുടക്കക്കാർക്കും ഉള്ള ഒരു വീഡിയോ ആണിത്. എല്ലാവരും പറയാറുണ്ട് കൂളായിട്ട് എക്സാം എഴുതണം. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഇത് നമ്മുടെ അനുഭവത്തിൽ വരുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു സംഭവം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാവാൻ പോകുന്നത്. പക്ഷേ കൂളായിട്ട് എക്സാം എഴുതുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് വലിയ വലിയ റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നത്. ഞാൻ ഇതൊക്കെ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കേട്ടോ. എനിക്കിതുപോലെ എക്സാമിന് പോയിട്ട് പാനിക്കാവോ അല്ലെങ്കിൽ ടൈം തികയാതെ വരുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റത്തെ ഒരു എക്സാമിന് മാത്രം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാം? ആദ്യം തന്നെ നമ്മൾക്കൊരു ഹാൾ ടിക്കറ്റ് വേണം. അതുപോലെ കുറച്ച് പേനകൾ കൊണ്ടുപോകാം. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ. അതിൽ കൂടുതൽ സാധനങ്ങളൊന്നും നമുക്ക് അലൗഡ് അല്ല അല്ലേ? അപ്പോൾ ഈ ഒരു പേന നമ്മൾ സെലക്ട് ചെയ്യുന്നതിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, എക്സാം പരിസരത്ത് വന്ന് ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് പുതിയ പേന വാങ്ങിയിട്ട് എക്സാമിന് പോകുന്നത്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം എക്സാമിന് പുതിയ പേനയേക്കാളും പഴയ പേനയാണ് കുറച്ചും കൂടെ നല്ലത്. പുതിയ പേന നമ്മൾ കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞാൽ ആ ഒരു പേനയ്ക്ക് പേപ്പറുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഘർഷണം കൂടുതലായിരിക്കും. ഘർഷണം കൂടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ബബിൾ ചെയ്യാൻ കിട്ടില്ല. നമ്മൾ ഒരുപാട് ടൈം എടുക്കും. ഇതെല്ലാം ചെറിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ എക്സാമിന് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു പേന ഏതാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു 3-4 വാങ്ങിച്ച് വീട്ടിൽ നിന്ന് തന്നെ നന്നായിട്ട് മയപ്പെടുത്തി എടുക്കുക. നന്നായിട്ട് മയമുള്ള പേന കൊണ്ട് നമ്മൾ എക്സാമിന് പോവുക. അതുപോലെ തന്നെ നിങ്ങൾ പേന ചൂസ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 4-5 ബ്രാൻഡ് പേന നിങ്ങൾ എടുക്കുക. ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള പേനകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ബോൾ റേഞ്ച് വരുന്ന ഒരു ബോൾ പെന്നാണ് കേട്ടോ. അപ്പോൾ അത് ബ്ലൂവോ ബ്ലാക്കോ അതേതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ പേനയും നിങ്ങൾ OMRൽ ഒരു 20 ക്വസ്റ്റ്യൻസ് ബബിൾ ചെയ്ത് നോക്കുക. ലൈക്ക് ടൈമർ വെച്ചിട്ട് ബബിൾ ചെയ്ത് നോക്കുക. ഏത് പേനയാണ് കൂടുതൽ സമയം എടുക്കുന്നത്, ഏത് പേനയാണ് കുറച്ച് സമയം എടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ടൈമർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. വളരെ ചെറിയ മില്ലി സെക്കൻഡ്സിൻ്റെ ഒക്കെ ഡിഫറൻസ് മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇതൊരു 100 ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ 1-2 മിനിറ്റൊക്കെ ആയിട്ട് മാറും. അപ്പോൾ ഒരു PSC എക്സാമിനെ സംബന്ധിച്ച് ഓരോ മിനിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ കയ്യിൽ വാച്ച് പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ എക്സാമിൻ്റെ സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നവരെ നമുക്ക് ഒരുപാട് സമയമുണ്ട്. ഹാൾ ടിക്കറ്റ് വെരിഫിക്കേഷൻ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവിടെ മിണ്ടാതെ ഒക്കെ ഇരിക്കേണ്ട ആ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു ടൈമിൽ നന്നായിട്ട് റിലാക്സ് ആവുക. ജസ്റ്റ് അവരെ ഇവരെയൊക്കെ നോക്കിയിട്ട് അവർ ചിലപ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ എന്തെല്ലോ പരവേശമൊക്കെ കാട്ടുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതൊക്കെ അവരിങ്ങനെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. അവർ തന്നെയായിരിക്കും ചിലപ്പോൾ രജിസ്റ്റർ നമ്പർ തെറ്റിക്കാൻ പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം അവർ ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും തെറ്റ് പറ്റും. അപ്പോൾ നമ്മൾ കൂളായിട്ടിരിക്കുക. ആ ഒരു സമയം മാക്സിമം റിലാക്സ് ആവുക. വേണമെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, നിങ്ങളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഇങ്ങനെ നമ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, കോഡിങ് ചെയ്യാനൊക്കെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന കോഡിങ് ചെയ്യാനുള്ള ആൽഫബറ്റ്സ് ഒക്കെ നമ്പേഴ്സ് എഴുതി വെക്കാം, കലണ്ടർ വരച്ച് വെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ എക്സാമിൻ്റെ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേഗം ആൻസർ കണ്ടെത്താനൊക്കെ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ
പിന്നെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓട്ട തുളച്ച് നോക്കുന്ന ഒരു സ്വഭാവം പലർക്കും ഉണ്ടാവും. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ആ ഒരു സീല് പൊട്ടിക്കാതെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ നിലവാരം ഒന്ന് നോക്കും, പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കും. കാരണം ഏതൊക്കെ ഏരിയാസ് എന്നാണ് ക്വസ്റ്റ്യൻസ് ടഫായിട്ടുള്ളത്, ഏതൊക്കെയാണ് സിമ്പിളായിട്ടുള്ള ഏരിയ എന്നൊക്കെ പറയുന്നത് ആ ഒരു ടൈമിൽ നോക്കാറുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയതിന് ശേഷം നമ്മൾ ആദ്യം ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആദ്യം അറ്റൻഡ് ചെയ്ത് പോകണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആലോചിച്ചിരുന്നിട്ട് ടൈം പോകുന്ന ഒരു സമയമൊക്കെ അങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ മാത്സ് ആദ്യം തന്നെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ മാത്സിന് എത്ര എലിയാണെന്നുണ്ടെങ്കിലും പുലിയാണെന്നുണ്ടെങ്കിലും മാത്സ് ചെയ്ത് തുടങ്ങിയാൽ ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ആൻസർ പോലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ചെയ്ത് നോക്കി നമ്മുടെ ആ ഒരു ടൈം വേസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാത്സിൽ അത്രയും കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മാത്സ് അവസാനത്തേക്ക് വെക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. ഞാൻ എപ്പോഴും എക്സാം എഴുതി തുടങ്ങാറുള്ളത് ഏറ്റവും ബാക്കിൽ നിന്ന്, അതായത് മലയാളത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ആദ്യം മുതൽ തന്നെ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഒരു LGS ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കേട്ടോ. അതായത് മലയാളം ഇംഗ്ലീഷൊന്നും ഇതിലില്ല. അപ്പം മലയാളത്തിൽ നിന്ന് ആദ്യം തുടങ്ങാറുണ്ട്. മലയാളം എന്ന് പറയുന്നത് വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികം വരാറുള്ളത്. എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഏരിയ ഒന്നും അല്ല. അപ്പോൾ ആദ്യം തന്നെ മലയാളം ചെയ്യും, പിന്നെ അതിന് ശേഷം ഇംഗ്ലീഷ് ചെയ്യും. ഇതൊക്കെ എന്ന് പറയുന്നത് പെട്ടെന്ന് തീരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് തീർന്നു കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം വരും, അതായത് ഒരു സാറ്റിസ്ഫാക്ഷൻ വരും. പിന്നെ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ബാക്കി കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക് ഉടനീളം എക്സാമിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ കിട്ടുമൊന്നുമില്ല. അപ്പോൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിലും നമുക്കറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, ഇംഗ്ലീഷിലുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ റൗണ്ട് ഇട്ടിട്ട് ഞാൻ പോകാറുണ്ട്. ആദ്യത്തെ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നതാണ്. മലയാളവും ഇംഗ്ലീഷും കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അവിടെ മുതൽ നമുക്ക് ചിലപ്പോൾ നെഗറ്റീവ് വരാനുള്ള ഏരിയാസ് ആയിരിക്കും. മിക്കവാറും സ്റ്റേറ്റ്മെൻറ്റ് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വരച്ച് വയ്ക്കാം. പക്ഷേ നമ്മുടെ OMR നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എന്താണോ ഒന്ന് കാണുന്നത്, ഇപ്പോൾ ശരിയായതായിരിക്കും ചിലപ്പോൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, തെറ്റായതായിരിക്കും എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഉറപ്പായിട്ടും നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതുപോലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോഴും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക. അതായത് ഇപ്പോൾ A എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നുണ്ടെങ്കിൽ അതിന് നേരെ ശരിയിട്ട് വെക്കുക, തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റിട്ട് വെക്കുക. ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കൺഫ്യൂഷൻസ് ഇല്ലാതെ നിങ്ങൾക്ക് എക്സാമിന് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അറിയില്ല എന്ന് വിചാരിക്കാം. നിങ്ങളത് ആ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക. അതായത് നിങ്ങൾ ആ ഒരു ടൈം ആലോചിക്കാൻ വേണ്ടിയിട്ട് സമയം യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും അറിയുന്നത് മാത്രം എഴുതി അറിയാത്ത കാര്യങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ റൗണ്ട് ഇട്ടതിന് ശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക. GK പോർഷൻസ് കംപ്ലീറ്റ് ഈ ഒരു രീതിയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുക. ദെൻ അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് മാത്സ് ആണ്. മാത്സിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആലോചിക്കാനുള്ള ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആദ്യം ചെയ്യുക. അങ്ങനെ മാത്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, കറക്റ്റ് സമയത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടെ വായിച്ചു തുടങ്ങുക. അതായത് നിങ്ങൾ ഈ റൗണ്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രം ഒന്നും കൂടെ വായിക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻസ്, കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അവസാനത്തിലേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങൾ കംപ്ലീറ്റ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടെ ചുറ്റി വരിക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എക്സാം അപ്രോച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഒരു 2-3 പ്രാവശ്യം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചുറ്റി വരാനുള്ള സമയം കിട്ടും. പക്ഷേ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെ ആദ്യത്തെ ആ ഒരു മണിക്കൂറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള. ആ ഒരു ടൈമിൽ നമ്മൾ കൂടുതൽ മെമ്മറി യൂസ് ചെയ്യണം, ആ ഒരു ടൈമിൽ കൂടുതൽ നമ്മൾ ആലോചിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് ശുദ്ധ മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ കൂടുതൽ ആലോചിക്കാൻ പോയിട്ടുണ്ട് പറഞ്ഞാൽ നമ്മൾക്ക് എന്തായാലും കൺഫ്യൂഷൻസ് വരും, സ്ട്രെസ്സ് വരും. അതുകൊണ്ട് നമുക്ക് മൊത്തത്തിലുള്ള ഓവറോൾ പെർഫോമൻസിനെ അത് ബാധിക്കും. പക്ഷേ നിങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ ചിലപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അറിയാത്ത ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞുള്ളൂ, ഇനി കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതി നിങ്ങൾ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആകും. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഹാപ്പി ഹോർമോൺ റിലീസാകും. അതായത് ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. ആ ഒരു നമുക്ക് കുറച്ചും കൂടെ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് റിലീസാവുന്ന ഒരു ഹോർമോൺ ആണ്. അപ്പോൾ ഈ ഒരു ഹോർമോൺ റിലീസ് ആകുമ്പോഴത്തേക്ക് ആ ഒരു ഹോർമോണിൻ്റെ ആ ഒരു എഫക്റ്റിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എക്സാം ഹാളിൽ ബിഹേവ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി നിങ്ങൾക്ക് ഏറ്റവും സ്ട്രെങ്ത്ത് കൂടുതലുള്ള ഏരിയയിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യുക. അതിനുശേഷം പതിയെ നിങ്ങൾക്ക് പറ്റാത്ത ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ ചില ക്വസ്റ്റ്യൻസ് എല്ലാം കാണുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും, എന്നാലും 1-2 സ്റ്റേറ്റ്മെൻ്റ് എല്ലാം
എല്ലാം അറിയാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വിടാനും തോന്നുന്നുണ്ടാവില്ല. സോ ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും റിസ്ക് എടുക്കുന്ന ഒരു കാര്യമാണ് അറിയുന്ന ക്വസ്റ്റ്യൻസ് കറക്കി കുത്തുക എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇതുപോലെ കറക്കി കുത്താൻ പോയിട്ടുണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു എക്സാമിൽ നിങ്ങൾ തോറ്റു പോകും. കാരണം നിങ്ങൾക്ക് അല്ലാതെയും ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ഒക്കെ പറ്റിയിട്ടുണ്ടാവും നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻസിൽ തന്നെ. അപ്പോൾ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള കൺഫ്യൂഷൻസ് ഉള്ള 1-2 ക്വസ്റ്റ്യൻസ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാം. പക്ഷേ അതും അത്ര റെക്കമെൻഡഡ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. പിന്നെ കറക്റ്റ് ഓർഡറിൽ തന്നെ എക്സാം എഴുതി പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ കൺഫ്യൂഷൻസ് വരില്ല. പിന്നെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ തന്നെ നിങ്ങളത് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 19B ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ കുത്താൻ പോകുന്നത്. നിങ്ങൾ 19B എന്നത് മനസ്സിൽ പറഞ്ഞതിന് ശേഷം അത് കുത്തി കഴിയുന്നവരെ നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ മാറിക്കുത്തുന്ന ആ ഒരു പ്രശ്നം അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അത്യാവശ്യം സ്പീഡിൽ തന്നെ നിങ്ങൾ ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ഹാളിൽ അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. സോ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. അത് OMR തന്നെ വേണം കേട്ടോ, അല്ലാതെ ഫോണിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പറിലൊക്കെ ഇങ്ങനെ 1, 2, 3 അങ്ങനെ ചെയ്തിട്ട് അത് കാര്യം ഉണ്ടാവില്ല. കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ OMR ഷീറ്റിൽ തന്നെ ചെയ്ത് നോക്കുക. പിന്നെ പേനയുടെ അടപ്പ് ഇടാതിരിക്കുക. എക്സാം എഴുതുന്ന സമയത്ത് പലരും ഇങ്ങനെ അടപ്പിട്ടിട്ട് പേന എഴുതുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു ടൈമിൽ കുറച്ചും കൂടെ വെയിറ്റ് ഉണ്ടാവും ആ ഒരു പേനയ്ക്ക്. പക്ഷേ വെയിറ്റ് കൂടുന്ന സമയത്ത് നമുക്ക് സ്പീഡ് കുറയും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. പേനയുടെ അടപ്പെല്ലാം മാറ്റി വെച്ച് പേനനെ ഫ്രീ ആക്കി വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതിന് ശേഷം ലാസ്റ്റ് OMRൽ എല്ലാം കൂടെ ബബിൾ ചെയ്യുക അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഓവറോൾ ചെക്ക് ചെയ്ത് 1 മുതൽ ലാസ്റ്റ് വരെയുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് പിന്നെ 1 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അങ്ങനെയുള്ള പൊട്ടത്തരങ്ങളും ചെയ്യാതിരിക്കുക. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യണം എന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. മിക്കവാറും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ മാർക്ക് ചെയ്യാറില്ല. ചിലപ്പോൾ ലാസ്റ്റ് ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്കും അത്യാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വലിയ റേറ്റ് ഇടുന്നതിന് പകരം ചെറിയൊരു ഡോട്ട് മാത്രം ഇട്ടിട്ട് പോവുക. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതും കുറച്ച് പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവിഷൻ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പകുതിയും സ്ട്രെസ്സ് കുറയും. പിന്നെ എക്സാമിൻ്റെ തലേ ദിവസം അല്ലാന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെ ഹാളിൽ പോയിരുന്നിട്ട് എക്സാമിന് പോകുന്ന ദിവസം ആ ഒരു ടൈമിലൊന്നും നിങ്ങൾ പഠിക്കാതിരിക്കുക. എക്സാമിൻ്റെ തലേ ദിവസമെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും നിങ്ങളുടെ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുക. കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. സിനിമകൾ കാണുക, പാട്ട് കേൾക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് തുറന്നാൽ മതി. ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ക്രാം ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ സ്ട്രെസ്സ് കൂട്ടും. എക്സാം ഹാളിൽ നിങ്ങൾക്കത് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് പഠിക്കാനുള്ള കാര്യങ്ങളും റിവിഷൻ ചെയ്യാനുള്ള കാര്യങ്ങളും എക്സാമിൻ്റെ ഒരു ദിവസം മുമ്പ് തന്നെ തീർത്ത് വെക്കുക. ആ ഒരു സമയം നിങ്ങൾ ലാസ്റ്റത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പലത്തിൽ പോകുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള വീഡിയോസ് കാണുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് മനസ്സിനെ റിലാക്സ് ചെയ്യുക. എക്സാമിന് പോകുന്ന ദിവസം നിങ്ങൾ ആരുടെ വഴക്കൊന്നും ഉണ്ടാക്കരുത്. പിന്നെ എക്സാമിന് പോകുമ്പോൾ കുറച്ച് സ്പീഡിൽ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ മനസ്സൊന്ന് നെട്ടുക അല്ലെങ്കിൽ ഒന്ന് പതറിയാൽ മതി, നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ അഡ്രിനാലിൻ എന്ന് പറയുന്ന ആ ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടും. പിന്നെ അത് നമുക്ക് ചിലപ്പോൾ അതെല്ലാം പോയാൽ നമ്മളത് റിലാക്സായി എന്നെല്ലാം വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് ഒരു 3-4 മണിക്കൂർ നമ്മുടെ ആ ഒരു ബ്രെയിനിൽ ചുറ്റിക്കിടക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ഒരു എക്സാമിൻ്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ അവിടെ എത്തിയതിന് ശേഷം ആ ഒരു സ്കൂളും പരിസരമെല്ലാം നന്നായിട്ട് ചുറ്റിക്കറങ്ങി നോക്കുക. നിങ്ങളെ റിലാക്സ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. പിന്നെ ആ ഒരു ടൈമിലൊന്നും നിങ്ങൾ പഠിക്കുക എന്ന് പറയുന്നതൊന്നും റെക്കമെൻഡ് ആയിട്ടുള്ള കാര്യമില്ല കേട്ടോ. കാരണം പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ അത് പഠിച്ചില്ലല്ലോ ഇത് പഠിച്ചില്ലല്ലോ അങ്ങനെയൊക്കെ തോന്നും. പിന്നെ നിങ്ങൾ വീണ്ടും ടെൻഷനാവും. അപ്പോൾ അങ്ങനെ ടെൻഷനാവുന്നത് നിങ്ങളുടെ ആ ഒരു ഓവറോൾ പെർഫോമൻസിനെ ബാധിക്കും ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിലും. എല്ലാം പഠിച്ചിട്ട് എക്സാമിന് പോവുക അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല. പിന്നെ നിങ്ങൾ 100-ൽ 100 മാർക്കും വേണം എന്ന് വിചാരിച്ചിട്ടും പോകരുത്. കാരണം ഓരോ എക്സാമിൻ്റെയും ചോദ്യത്തിൻ്റെ നിലവാരം കട്ട് ഓഫ് ആ ഒരു സാധ്യതകളെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മളൊരു എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കട്ട് ഓഫ് കൂടുതലാണ് എന്ന് വിചാരിച്ചിട്ട് ഫുൾ അങ്ങനെ കുത്തിച്ച് നെഗറ്റീവ് ആക്കിയിട്ട് ആ ഒരു എക്സാമിന് കോളം തോണ്ടിയിട്ട് വരാതിരിക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു സാധനം കിട്ടിയേ തീരൂ എന്ന് അത്രയ്ക്കും വാശി പിടിക്കാതിരിക്കുക. കാരണം ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ കാരണം നമുക്ക് ബബിൾ ചെയ്ത് മാറിപ്പോകും. അങ്ങനെ ബബിൾ ചെയ്തതൊക്കെ മാറിപ്പോയിട്ടുണ്ട് പറഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ തെറ്റുള്ളൂ. പക്ഷേ നമ്മൾ അതിനനുസരിച്ച് ടെൻഷൻ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ മൊത്തത്തിലുള്ള പെർഫോമൻസിനെ അത് ബാധിക്കും. സോ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം ആരും തെറ്റിക്കാതെ തന്നെ ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരെണ്ണം മാറി കുത്തിയാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുക.
അതിനാലോചിച്ച് ടെൻഷൻ അടിച്ച് ഇത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെൻഷൻ അടിക്കാൻ തുടങ്ങി ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മളത് ബാധിക്കും. പിന്നെ തോറ്റുപോകും എന്ന് പേടിച്ചും എക്സാമിന് അങ്ങനെ ആ ഒരു രീതിയിൽ കാണരുത്. കാരണം നിങ്ങളുടെ ടെൻഷൻ കൂടുന്തോറും നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറയും, നിങ്ങളുടെ പെർഫോമൻസിനെ അത് നന്നായിട്ട് ബാധിക്കും. സോ നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും ശരി, വരുന്നത് വരട്ടെ എന്ന രീതിയിൽ തന്നെ പോവുക. മാക്സിമം കൂളായിട്ട് തന്നെ എക്സാമൊക്കെ എഴുതുക. അപ്പോൾ ഇനി ഡിഗ്രി പ്രിലിംസൊക്കെ വരാൻ പോവുകയാണ്. സോ നിങ്ങൾ റിവിഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. മോഡൽ ക്വസ്റ്റ്യൻസിനേക്കാളും ഇമ്പോർട്ടൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് കൊടുക്കുക. നന്നായിട്ട് റിവിഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത് ഡെയിലി നിങ്ങളുടെ ഒരു സ്റ്റഡി റൂട്ടീൻ്റെ ഭാഗമാക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണുന്നവർക്കും ബൈ.